നമസ്കാരം. ക്രിസ്മസ് ആണ്. ക്രിസ്മസിൻ്റെ സന്തോഷമൊക്കെ മനസ്സിലോട്ട് വരിക. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് കുറേ കാരൽ സോങ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാം, വിച്ച് സോങ് യു ലൈക്ക്? Joy to the world. Sing. Joy to the world, the Lord is come. ഇതാണ് ഒരു പാട്ട് സാധാരണഗതിയിൽ പിള്ളേർ പാടുക. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു സോങ് പാടിക്കേ. Dashing through the snow in a one horse open sleigh. ഈ പാട്ടുകളൊക്കെയാണ് ഇവരുടെ മനസ്സിൽ വരിക. ഇപ്പം എന്നോടോ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പുൽക്കൂടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി, ആ പാട്ടുകളൊക്കെയാണ് വരിക. അവരെയും കുറ്റം പറയാൻ പറ്റിയല്ല, നമ്മളെയും കുറ്റം പറയാൻ പറ്റിയല്ല. ആ ഏജ് ഗ്യാപ്പ് അതുണ്ടാവും, ആ ജനറേഷൻ ഗ്യാപ്പ് എന്ന് വേണേൽ നമുക്ക് പറയാം. അപ്പോൾ അവർക്ക് അവർ എൻജോയ് ചെയ്യുന്ന രീതിയിൽ അവർ എൻജോയ് ചെയ്തിട്ട് ഓക്കെ, നമ്മളുടെ രീതിയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യും. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു പഴയ ക്രിസ്മസിൻ്റെ സമയത്ത്, ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തൊരു സന്തോഷമായിരുന്നു. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം, അതിന് അലങ്കാര കാര്യങ്ങളൊക്കെ മേടിക്കണം, അതേപോലെ തന്നെ പടക്കങ്ങൾ മേടിക്കണം. രാത്രിയിൽ ഇങ്ങനെ ക്രിസ്മസ് കാരലിന് പോകും. അപ്പോൾ കാരലിന് പോകുമ്പോഴത്തേന് വീടുകളിലൊക്കെ പോയി നല്ല പാട്ടൊക്കെ പാടി, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി എന്ത് സന്തോഷമായിരുന്നു അല്ലേ. ഇന്നത്തെ പിള്ളേർക്ക് അവരുടേതായ സന്തോഷങ്ങൾ. ഞങ്ങൾ ഇപ്രാവശ്യം ക്രിസ്മസിന് പാണിയേലിപ്പോരു എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. വിസ്പറിംഗ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ഒരു 65 കിലോമീറ്റർ കൊച്ചിയിൽ നിന്ന് വണ്ടിയൊക്കെ ഓടിച്ച് പെരുമ്പാവൂർ വഴി പാണിയേലിപ്പോരു എത്തി. ചെറിയൊരു യാത്ര, അധികം ദൂരമൊന്നുമില്ല. കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് 65 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്ര ദൂരമില്ല. 2-2.5 മണിക്കൂറോളം എടുത്തു. കാരണം ഇച്ചിരി ട്രാഫിക് ഉണ്ടായിരുന്നു കൊച്ചിയിൽ, അതുകൊണ്ടാണ് സമയം ഇച്ചിരി കൂടുതലെടുത്തത്. ഇവിടെ വന്നു കഴിഞ്ഞ് റിസോർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പെരിയാറിൻ്റെ തീരത്ത് നല്ലൊരു റിസോർട്ട്. നിങ്ങൾ റിസോർട്ടിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. റിസോർട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ട് ഒരു ഡക്ക് പ്രിപ്പറേഷൻ, ഒരു താറാവ് കറിയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് അത്ര അങ്ങോട്ട് നന്നായിട്ട് പോയില്ല. അത് നന്നായിട്ട് പോകാഞ്ഞുകൊണ്ട് തന്നെ ഞാനത് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണിക്കുന്നില്ല. ഞങ്ങൾ ശ്രമിച്ച കാര്യങ്ങൾ ഒന്ന് കാണിച്ചു തരാം. നൺ ആൽക്കഹോൾ ചേർക്കാത്ത വൈൻ വെച്ചാണ് ഞങ്ങൾ അത് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ താറാവിന് അത്ര അങ്ങോട്ട് രുചി പോരായിരുന്നു. ഏതായാലും നിങ്ങൾ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ കാണാം. കുഴപ്പമില്ലെന്ന് ഞാൻ പറയുള്ളൂ. അത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടമായില്ല. കാരണം നമുക്ക് നമ്മുടെ താറാവ് കറി ഉണ്ടല്ലോ, താറാവ് കറി, ആ താറാവ് മപ്പാസ്, അതൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ രുചി നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത്. ഇതെന്തോ കുഴപ്പമില്ല, കഴിക്കാം. ഇന്ന് രാവിലെ നല്ലൊരു സുന്ദരമായ പ്രഭാതം. യു ലൈക്ക് ദ മോർണിംഗ്? നല്ല സുന്ദരമായ പ്രഭാതം. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നു. ഇപ്പോൾ സൂര്യൻ ഉദിച്ച് വന്നിട്ട് കുറേ നേരമായി കേട്ടോ. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. സ്വിമ്മിംഗ് പൂള് ക്ലീൻ ആവുന്നേ ഉള്ളൂ. ഞങ്ങൾ എഴുന്നേറ്റ് വന്നു. ഞങ്ങളിനിയിപ്പോൾ പാണിയേലിപ്പോരു എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. അവിടെ പാണിയേലിപ്പോരു എന്ന് പറഞ്ഞാൽ തന്നെ ഈ വെള്ളം, ഈ പെരിയാറിൻ്റെ പല ശാഖകൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച്
തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥലം എന്നാണ് അർത്ഥം എന്നാണ് ഇവിടുത്തെ ഒരു ലോക്കൽ പേഴ്സൺ പറഞ്ഞത്. നമുക്കതൊന്ന് പോയി കാണാം. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇവർ ഒരു നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. എന്താ ബാംബു കൊണ്ടുള്ള എന്തോ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കതെന്താണെന്ന് വന്ന് കാണാം. അങ്ങനെ വിസ്പറിംഗ് വാട്ടേഴ്സിൽ നിന്ന് കുറച്ച് ദൂരമൊക്കെ വണ്ടി ഓടിച്ച് നമ്മൾ പാണിയേൽ ഇപ്പോൾ ഒരു എക്കോ ടൂറിസം സെന്ററിന്റെ ഗേറ്റിന്റെ അവിടെ വരെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗേറ്റ് കടന്ന് എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്, അത് നോക്കാം. നോക്കിയിട്ട് ഞാൻ മെൻഷൻ ചെയ്യാം എൻട്രൻസ് ഫീ എത്രയാണെന്നൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. നമ്മൾ പാണിയേൽ ഇപ്പോൾ ഒരു എക്കോ ടൂറിസം സെന്ററൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോയി നല്ല മുള കൊണ്ടുണ്ടാക്കുന്ന കപ്പയെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. തൽക്കാലം പാണിയേലിപ്പൂര് കാണാം, അത് കഴിഞ്ഞിട്ട് ആറ്റുപാറ. ഞങ്ങളങ്ങനെ പാണിയേലിപ്പൊരു എൻട്രൻസ് ഫീസൊക്കെ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. അഡൽട്ട്സിന് 20 രൂപ, പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ 10 രൂപ. നമ്മുടെ വെഹിക്കിൾ പാർക്ക് ചെയ്യാനായിട്ട് അതിനുകൊണ്ട് ചാർജ് 25 രൂപ. ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് 50 രൂപ, സ്റ്റിൽ ക്യാമറയ്ക്ക് 50 രൂപ, വീഡിയോ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതലാണ്. എത്രയാണത്? കണ്ടില്ല അത്. ഏതായാലും നമുക്ക് ഇതിനകത്തൂടെയൊക്കെ ഒന്ന് നടന്ന് കാണാം. ഭയങ്കര ഒരു കാടെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം, പീസ്ഫുള്ളായിട്ട് നമുക്ക് വന്നിരിക്കാനും കുറച്ച് നല്ല ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോകുന്ന പോലാണ്. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. പക്ഷികളൊക്കെ കരയുന്ന ഒച്ച കേൾക്കാം. അതുപോലെ ആന ഇവിടെ ഇറങ്ങാറുണ്ട്. ഞങ്ങൾ ഇതുവരെ ആന കണ്ടില്ല. ഉള്ള 2 ആനകൾ ഞാനും കൽപ്പിതയാണ്. നമ്മളങ്ങനെ പെരിയാറിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. പെരിയാറിൻ്റെ ആ സൗണ്ട്, പാണിയേലിപ്പൊരുവിൽ വെള്ളം തമ്മിൽ പോരടിക്കുന്ന സൗണ്ട് നമുക്കിപ്പം തന്നെ കേൾക്കാം. അതേപോലെ തന്നെ കാടിനകത്താണല്ലോ, അതുകൊണ്ട് പക്ഷികളുടെ ചിലപ്പ് കേൾക്കാം. പാണിയേലിപ്പൊരു വന്നപ്പോഴത്തേന് ഇവിടെ കല്യാണത്തിൻ്റെ ഒരു ഷൂട്ടൊക്കെ നടക്കുകയാണ്. ഇവരെല്ലാം ഉണ്ട് കല്യാണത്തിന്. മഞ്ഞൾ നീരാട്ട്. അതിന് ബ്രൈഡ് ഇവിടെ ഉണ്ട്. പേരെന്താണ്? അന്ന. ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആളുടെ പേര് ലിജോ. ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ പുള്ളിയെ മാറ്റി നിർത്തി, അത് കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നല്ലേ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അന്ന അല്ലേ, അന്ന വീഡിയോ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് എല്ലാവിധ മംഗളാശംസകളും. അങ്ങനെ നമ്മൾ കാട്ടിനകത്തൂടെയൊക്കെ നടന്ന് പാണിയേലിപ്പൊരു, വെള്ളത്തിന് പോരുണ്ടാകുന്ന സ്ഥലം. അതായത് 2-3 ശാഖയുണ്ട് പെരിയാറിൻ്റെ. അതെല്ലാം കൂടെ കൂടി തല്ലി പിരിഞ്ഞു പോകുന്ന സ്ഥലമാണ്. പിരിഞ്ഞല്ല, തല്ലി ഒന്നിച്ചാണ് പോകുന്നത് കേട്ടോ. തല്ലി ഒന്നിച്ച് കടലിലേക്ക് പോകുന്ന സ്ഥലമാണ് പാണിയേലിപ്പൊരു. നല്ല രസമുള്ളൊരു സ്ഥലം.
നമുക്ക് ഒരു ദിവസമൊക്കെ പിള്ളേരുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വന്ന് നോക്ക്. നമ്മൾ പാനിയലും പോരും ഒന്ന് നടന്ന് വിസ്പറിംഗ് വാട്ടേഴ്സിൻ്റെ കിച്ചണകത്ത് വരെ വന്നു. ഇനിയിപ്പം ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണെന്നറിയോ? കപ്പ, മുളയിലുണ്ടാക്കുന്ന കപ്പ. അതിന് കപ്പയൊക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എബി. ഇവിടുത്തെ ഷെഫൊന്നുമല്ല, ഷെഫ് ബിസിയാണ്. അതുകൊണ്ട് എബിയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. എബി ഇവിടുത്തെ OM GM എല്ലാം ആണ്. അതിൻ്റെ ഇടയ്ക്ക് കിച്ചണകത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപോകാം. ഊണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ. ഇത് ഫിഷ് മാംഗോ കറി. മുളയ്ക്കകത്ത് കപ്പ മഞ്ഞളിനകത്ത് മുക്കിയിട്ടിരുന്നത് നിറയ്ക്കുകയാണ്. പ്രോൺസ് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് കുത്തി ഇളക്കിയിട്ട് ചേർത്താലും മതി അല്ലേ. അപ്പോൾ അതിൻ്റെ മേളിൽ കറിവേപ്പിലയും പുതിനയിലയും അങ്ങ് നിറച്ചു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം, എന്ത് വേണമെന്ന് ചേർക്കണമെന്നുള്ളത്. പരീക്ഷിച്ച് നോക്കരുതോ. എൻ്റെ പുറത്തോട്ട് മാവ് അങ്ങ് ഫിക്സ് ചെയ്തു, സീൽ ചെയ്യാനായിട്ടാണ്. എയർ പോകാനായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ടൂത്ത് പിക്ക് വെച്ചൊരു ചെറിയ കിഴുത്ത ഉണ്ടാക്കി ഇനിയിപ്പോൾ ഫയറിലോട്ട് വെച്ചാൽ മതി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പച്ചമുളയാണെങ്കിൽ മുളയ്ക്ക് തന്നെ ഒരു വെള്ളമുണ്ട്, നമുക്ക് കാണാം. ഇത് കണ്ടോ, ആ വെള്ളം കൂടെ ആ കപ്പയിലോട്ട് മിക്സ് ആയിട്ട് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും. അതാണ് പച്ചമുളയിൽ ഇങ്ങനെ ഉണ്ടാക്കിയാലുള്ള ഒരു പ്രത്യേകത. അതിപ്പം ചെറുതായിട്ടൊന്ന് തലതിരിച്ച് വെച്ചു. കാര്യം എന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ചൂടാകാനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് അവിടെ കവർ ചെയ്തിട്ടാണ് തലതിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം റെഡിയായി. ഷെഫും വന്നു. നമുക്ക് പതുക്കെ അതൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഇല്ലിമുളം കാടുകളിൽ ലല്ലലല്ലം പാടി വരും തെന്നലേ. തെന്നലല്ല, കപ്പയാണ്. ഇല്ലിമുളം കാടല്ല, നല്ല മുളങ്കാട്. മുളങ്കാട്ടിൽ നിന്ന് മുളയൊക്കെ വെട്ടി അതിനകത്ത് കപ്പ വെച്ച് വേവിച്ച് പ്രോൺസ് ഒക്കെ ഇട്ട് എന്താ അതിൻ്റെ ഫീല്. ക്രിസ്മസിന് ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ നാടൻ കപ്പയും ചെമ്മീനും കഴിച്ചു നോക്കാം അല്ലേ. അപ്പോൾ നമുക്കിനി കഴിച്ചു നോക്കാം. നമ്മൾ സാധാരണ
പിള്ളേർക്കൊക്കെ കൊടുത്തിട്ടാണ് കഴിക്കുക. ആദ്യം കുഞ്ഞു മൊക്ക് കൊടുക്കുക. എരിവുണ്ടല്ലേ? ചെറുതായിട്ട്. ഇത് ഒത്തിരി ഉണ്ടോ? ചെറിയതായിട്ട്. ഇഷ്ടപ്പെട്ടോ രുചി? ഇഷ്ടമായ ചില്ലി? ഇച്ചിരി എരിവുണ്ട്. കുഞ്ഞു പിള്ളേർക്ക് പറ്റുന്ന പരിപാടിയല്ല. ഏതായാലും എരിവൊക്കെ നമുക്ക് നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഫുഡാണ് എനിക്കിഷ്ടം. നാടൻ നല്ല എരിവൊക്കെ ചേർത്തുണ്ടാക്കിയതാണ്. നമ്മുടെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഒരു പ്രോൺസിൻ്റെ കഷ്ണമുണ്ട്, കപ്പയും മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. ഇന്നലെ ഡക്ക് ഉണ്ടാക്കിയിട്ട് മോശമായതിൻ്റെ എല്ലാ സങ്കടവും മാറി. എരിവുണ്ട്, പുളിയുണ്ട്, പുളിയല്ല ഉപ്പുണ്ട്, ആ മുളയുടെ നല്ല ആ വാസന, നല്ല ആ ഫ്ലേവർ അതുണ്ട്. കറിവേപ്പിലയും പുതിന ഇലയും കൂടെ ചേർത്തുന്നതുകൊണ്ട് പുതിനയുടെ ചെറിയൊരു ഗ്യാസ്, കറിവേപ്പിലയുടെ നല്ല രുചി. എന്താ വേണ്ടത് പിന്നെ? ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ആവശ്യമില്ല. പ്രോൺസ് ഒന്ന് നന്നായിട്ട് വഴറ്റി ചില ഗ്രേവി ആയിട്ടാണ് ഇതിനകത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ കിടിലൻ സാധനം. കപ്പ അങ്ങോട്ട് വെന്ത് കുഴയുന്ന കപ്പ ആ രീതിയിലല്ല, നമുക്ക് കടിച്ച് മുറിച്ച് കഴിക്കാം. കപ്പയുടെ രുചി ഉണ്ടെന്ന് തന്നെ, ആ നല്ല നാടൻ കപ്പയുടെ രുചി, അതാണ് അതിൻ്റെ ഫീല് തന്നെ. നിങ്ങൾ തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ന്യൂ ഇയറിന് ഒരു സ്പെഷ്യൽ ഇവൻ്റ് ഉണ്ട്. ന്യൂ ഇയറിൻ്റെ അന്ന് 8 മണി മുതൽ 12 മണി വരെ നിങ്ങൾ സിറ്റിയുടെ തിരക്കിൽ നിന്നും ഒക്കെ മാറി ശാന്തമായിട്ടിരുന്ന് വെടിക്കെട്ട് കാണാൻ പറ്റുന്നത്, ശാന്തമായിട്ടിരുന്ന് വെടിക്കെട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് വെടിക്കെട്ടും പരിപാടിയും പടക്കമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് ഇവരെ വിളിച്ച് നോക്കിയിട്ട് വന്നോ. ഇവരുടെ നമ്പറും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫുഡ് ആൻഡ് ട്രാവലിൽ എബിൻ ചേട്ടൻ കഴിച്ച കപ്പ ചോദിച്ചാൽ മതി, മുളയിലുണ്ടാക്കി അവർ തരും. അന്ന് തരുമോ അറിയില്ല, അന്ന് നല്ല തിരക്കായിരിക്കും. നിങ്ങൾ എപ്പോഴേലും ഇതിലെ വരികയാണെങ്കിൽ ചോദിച്ചു നോക്ക്. പിന്നെ ഫുഡ് ആൻഡ് ട്രാവൽ കാണുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവർ ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് കൊടുക്കുന്നുണ്ട്. ഡേ ഔട്ടിന് വരികയാണെന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങളിവിടെ താമസിക്കാൻ വരികയാണെങ്കിലും 1000 രൂപയുടെ ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉപകാരം കിട്ടി. നിങ്ങൾ ന്യൂ ഇയറിൻ്റെ അന്ന് വരുമ്പോഴത്തേന് അന്ന് വരികയാണെങ്കിൽ ചോദിച്ചു നോക്കുക, അവർ ഉണ്ടാക്കി തരും, ഉറപ്പായിട്ടും ഉണ്ടാക്കി തരും. അന്നുണ്ടാവും എന്നാണ് ഷെഫ് പറഞ്ഞത്. ഷെഫിൻ്റെ കൈപ്പുണ്യം, അതേപോലെ തന്നെ എബിയുടെ കൈപ്പുണ്യം നല്ല തന്നെ, അടിപൊളി, എനിക്കിഷ്ടമായി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് അങ്ങനെ പോകുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ക്രിസ്മസ് ആശംസകളും. നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷനായിട്ട് മറ്റൊരു വീഡിയോ, നല്ല കിടിലൻ വീഡിയോ വരുന്നുണ്ട്. കാണുക, അഭിപ്രായം പറയുക, എന്നും നമ്മോടൊപ്പം ഉണ്ടാവുക. തൽക്കാലത്തേക്കിന് ബൈ.